ഹലോ ഫ്രണ്ട്സ്, പന്തു ടോക്കീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് തീ പാറുന്നൊരു പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. അതെ, നമ്മുടെ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ മഞ്ഞക്കടലിരമ്പുന്ന ഗാലറിക്ക് മുന്നിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ബദ്ധവൈരികളായ ചെന്നൈയിൻ എഫ്.സിയെ നേരിടുകയാണ്. രണ്ട് ടീമുകളും ഈ 2025-26 സീസണിൽ തങ്ങളുടെ ആദ്യത്തെ വിജയത്തിനു വേണ്ടിയാണ് ഇന്ന് ഗ്രൗണ്ടിലിറങ്ങുന്നത്. ഇന്നത്തെ കളിയിൽ ആർക്കാണ് മുൻതൂക്കം? കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും ചെന്നൈയിൻ എഫ്.സിയുടെയും ഈ സീസണിലെ പ്ലസ് പോയിന്റുകളും മൈനസ് പോയിന്റുകളും എന്തൊക്കെയാണ്? ഈ വീഡിയോ മുഴുവനായി കാണുക. അപ്പോൾ നിങ്ങൾ തന്നെ ഇന്നത്തെ കളി ആര് ജയിക്കുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ആദ്യം നമുക്ക് നമ്മുടെ കൊമ്പന്മാരുടെ, അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം നോക്കാം. വളരെ സങ്കടകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ടീം ഇപ്പോൾ കടന്നുപോകുന്നത്. ഇതുവരെ കളിച്ച 3 കളിയിലും പരാജയപ്പെട്ട് 0 പോയിന്റുമായാണ് ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങുന്നത്. കോച്ച് ഡേവിഡ് കാറ്റിലേക്ക് ഇതൊരു വലിയ അഗ്നിപരീക്ഷയാണ്. മൈനസ് പോയിന്റുകൾ. ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ വീഴ്ച ഫിനിഷിംഗിലാണ്. ഒരുപാട് ചാൻസുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഗോളാക്കി മാറ്റാൻ സ്ട്രൈക്കർമാർക്ക് കഴിയുന്നില്ല. അതുപോലെ ഡിഫൻസിലെ ചെറിയ പിഴവുകൾ കാരണം വളരെ ഈസിയായിട്ടുള്ള ഗോളുകൾ നമ്മൾ വഴങ്ങുന്നുണ്ട്. കഴിഞ്ഞ കളിയിൽ ഇന്റർകാഷിയോട് വഴങ്ങിയ തോൽവി ടീമിന്റെ മോറൽ വല്ലാതെ കുറച്ചിട്ടുണ്ട്. പ്ലസ് പോയിന്റുകൾ. എന്നാൽ ചില പോസിറ്റീവ് കാര്യങ്ങളുമുണ്ട്. പോയിന്റ് ഇല്ലെങ്കിലും കളിയിൽ മികച്ച പൊസഷൻ വെച്ചുകൊണ്ടിരിക്കാനും ടെറിട്ടോറിയൽ ഡോമിനൻസ് കാണിക്കാനും ടീമിന് കഴിയുന്നുണ്ട്. ചെന്നൈയിൻ കോച്ച് ക്ലിഫേർഡ് മിറാൻഡ തന്നെ ഇന്നലെ ഈ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ലക്കില്ലാത്തതുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് തോറ്റതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കൂടാതെ വിക്ടർ കഴിഞ്ഞ കളിയിൽ ഗോളടിച്ചത് അറ്റാക്കിങ്ങിൽ ചെറിയൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. പിന്നെ കൊച്ചിയിലെ നമ്മുടെ സ്വന്തം ഫാൻസിന്റെ സപ്പോർട്ട് അതൊരു വലിയ പ്ലസ് ആണ്. ഇനി നമുക്ക് എതിരാളികളായ ചെന്നൈയിൻ എഫ്.സിയുടെ ക്യാമ്പിലേക്ക് പോകാം. അവരും വലിയ ഫോമിലൊന്നുമല്ല. എങ്കിലും കഴിഞ്ഞ കളിയിൽ അവർക്ക് ചെറിയൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ട്. പ്ലസ് പോയിന്റുകൾ. കഴിഞ്ഞ കളിയിൽ ശക്തരായ ഒഡീഷ എഫ്.സിയോട് 1-1 സമനില പിടിച്ച് അവർ തങ്ങളുടെ ആദ്യ പോയിന്റ് നേടിയിട്ടുണ്ട്. എൽസിഞ്ഞോ ഒരു കിടിലൻ ഹെഡറിലൂടെ നേടിയ ആ ഗോൾ അവർക്ക് വലിയ കോൺഫിഡൻസ് കൊടുത്തിട്ടുണ്ട്. ചെന്നൈയുടെ മറ്റൊരു പ്ലസ് അവരുടെ ഡിഫൻസാണ്. അവരുടെ കോച്ച് മിറാൻഡ ഈ സീസണിലെ 3 കളിയിലും ഒരേ ബാക്ക് ഫോറിനെയാണ് ഇറക്കിയത്. ആ ഒരു സ്ഥിരത ഡിഫൻസിൽ അവർക്ക് ഗുണം ചെയ്യുന്നുണ്ട്. മൈനസ് പോയിന്റുകൾ. ചെന്നൈയിന്റെ പ്രധാന പ്രശ്നം അവരുടെ എവേ ഫോമാണ്. ഇത്തവണത്തെ ആദ്യത്തെ 4 കളികളും അവർക്ക് എവേ മാച്ചുകളാണ് വന്നിരിക്കുന്നത്. തുടർച്ചയായി ഇങ്ങനെ ട്രാവൽ ചെയ്ത് കളിക്കുന്നത് പ്ലേയേഴ്സിനെ വല്ലാതെ ക്ഷീണിപ്പിക്കും. കൊച്ചിയിലെ ആ വലിയ പ്രഷർ അവർക്ക് താങ്ങാൻ പറ്റുമോ എന്നത് കണ്ടറിയണം. ചരിത്രം പരിശോധിച്ചാൽ ഈ സദേൺ ഡെർബി എപ്പോഴും തീപാറുന്നതാണ്. ഇതുവരെ ISLൽ ഏറ്റുമുട്ടിയതിൽ 8 കളിയിൽ ബ്ലാസ്റ്റേഴ്സും 7 കളിയിൽ ചെന്നൈയിനും ജയിച്ചു. 9 കളികൾ സമനിലയിലായി. കണക്കുകളിൽ വലിയ വ്യത്യാസമില്ല. ഇന്നത്തെ കളിയിൽ ചെന്നൈയുടെ ഡിഫൻസും ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്കിങ്ങും തമ്മിലായിരിക്കും പ്രധാന പോരാട്ടം. സ്വന്തം ഗ്രൗണ്ടിൽ കളിക്കുന്നതുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് തുടക്കം മുതൽ തന്നെ ആക്രമിച്ചു കളിക്കാനാണ് സാധ്യത. പരിക്കിന്റെ പിടിയിലുള്ള ചെന്നൈ സ്ട്രൈക്കർ ഇർഫാൻ യാദ്വാദ് ഇന്ന് കളിക്കുമോ എന്ന കാര്യം സംശയമാണ്. അതവർക്ക് വലിയൊരു തിരിച്ചടിയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ജയിച്ചേ തീരൂ എന്ന വാശിയിലിറങ്ങുന്ന 2 ടീമുകൾ. ഇന്നത്തെ കളി ശരിക്കും വേറെ ലെവലായിരിക്കും. എൻ്റെ ഒരു പ്രഡിക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഹോം അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട് ഇന്ന് ബ്ലാസ്റ്റേഴ്സ് ജയിക്കാനാണ് കൂടുതൽ സാധ്യത. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇന്നത്തെ മാച്ചിൽ ആര് ജയിക്കും? സ്കോർ എന്തായിരിക്കും? താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പ്രഡിക്ഷൻസ് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു കിടിലൻ ഫുട്ബോൾ വീഡിയോയുമായി പന്തു ടോക്കീസിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ.